തെക്കൻ കേരളത്തിലെ അപൂർവ രാമക്ഷേത്രമാണ് കൊല്ലം വെളിനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. സീതാസമേതനല്ലാതെ ശ്രീരാമൻ കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിനും വെളിനെല്ലൂർ ഗ്രാമത്തിനും രാമായണവുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. സുഗ്രീവ സഖ്യത്തിന് മുൻപ് സപ്തസാലങ്ങൾ ഒറ്റയമ്പിനാൽ രാമൻ എയ്തു വീഴ്ത്തിയത് ഇവിടെയാണെന്നും വിശ്വാസമുണ്ട്. സപ്തസാലമേഴുമങ്ങൊരമ്പു കൊണ്ടു സത്വരം ക്ലുപ്തമായി പിളർന്നു നീ മുകുന്ദ രാമ പാഹിമാം. ശ്രീരാമചരിതം പാടിവന്ന പൈങ്കിളിപ്പെണ്ണിനും ഒരുപക്ഷെ വർണ്ണനാതീതമായിരിക്കും വെളിനെല്ലൂരിൻ്റെ ഗ്രാമഭംഗി. ശ്രീരാമകഥയുമായി ഏറെ ബന്ധം പുലർത്തുന്ന വെളിനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത്. ഈ ക്ഷേത്രവും ഈ ഗ്രാമവുമൊക്കെ പറയുന്ന ആ രാമകഥകൾ ഒന്നറിഞ്ഞു വരാം. രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. പ്രകൃതി മനോഹരമായ ഗ്രാമീണതയുടെ ലാളിത്യം നിറഞ്ഞു കവിഞ്ഞ അതിസുന്ദരിയാണ് വെളിനെല്ലൂർ ഗ്രാമം. നിറഞ്ഞു പതഞ്ഞൊഴുകുന്ന ഇത്തിക്കരയാറിന് അഭിമുഖമായാണ് വെളിനെല്ലൂരിൽ ശ്രീരാമദേവൻ കുടികൊള്ളുന്നത്. ഇത്തിക്കരയാറിന്റെ ഏറ്റവും വീതി കൂടിയ ഭാഗമാണിവിടം. സീതാന്വേഷണ വേളയിൽ രാമസുഗ്രീവ സഖ്യമുണ്ടായതും സപ്തസാലങ്ങൾ ഒരമ്പ് കൊണ്ട് രാമൻ അരിഞ്ഞു വീഴ്ത്തിയതും ഇവിടെയാണെന്നാണ് വിശ്വാസം. ശ്രീരാമൻ സുഗ്രീവന് വിശ്വാസം വരുത്തിക്കാൻ വേണ്ടിയിട്ട് ബാലിയെ കൊല്ലാൻ കഴിവുണ്ടെന്നുള്ള ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഈ ക്ഷേത്രത്തിന് തൊട്ടുമുന്നിൽ കാണുന്ന വിശാലമായ വെള്ളപ്പരപ്പിൽ ഇപ്പോൾ വെള്ളമായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ഒരു സപ്തസാലങ്ങൾ നിൽപ്പുണ്ടായിരുന്നു. 7 മരങ്ങൾ വൃത്താകൃതിയിൽ നിൽപ്പുണ്ടായിരുന്നു. അത് ഒറ്റ അമ്പ് കൊണ്ട് ചെയ്ത് തൻ്റെ കരവിരുത് കാണിക്കണം എന്നുള്ള ഒരു മത്സരം ഉണ്ടായിരുന്നു. അതിനകത്ത് ശ്രീരാമസ്വാമി വിജയിക്കുകയാണുണ്ടായത്. അപ്പോൾ അത് ആ മരങ്ങളിൽ നിന്ന സ്ഥലമാണ് ഇപ്പോൾ മലഞ്ചുഴി എന്നറിയപ്പെടുന്നത്. ഇതിനു മുമ്പിൽ വിശാലമായി കാണപ്പെടുന്ന ആ ഭാഗം. ഈ പ്രദേശത്തെ പല സ്ഥലങ്ങളും രാമായണത്തിലെ കഥാപാത്രങ്ങളും സംഭവങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു. സീതാദേവിയുടെ തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന ക്ഷേത്രമടക്കം വെളിനെല്ലൂരിന്റെ രാമായണ മാഹാത്മ്യം വരച്ചു കാട്ടുന്നു. ശ്രീരാമന്റെ ശ്രീകോവിലിൽ തന്നെ പിൻഭാഗത്തായി അനന്തഭാവത്തിലാണ് ലക്ഷ്മണൻ കുടികൊള്ളുന്നത്. സമീപത്തെ ഹനുമാൻ ക്ഷേത്രവും സ്വയംഭൂവായ ഇണ്ടിളയപ്പനും മേൽക്കൂരയുള്ള നാഗത്താൻ കോവിലും വെളിനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ സവിശേഷതകളാണ്. പ്രതിഷ്ഠയുടെ ഭാവം എന്ന് പറഞ്ഞാൽ വിരഹിനിയായിട്ട് നിൽക്കുന്ന ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠയാണ്. ശംഖചക്ര ഗദാപത്മത്തോടു കൂടി നിൽക്കുന്ന വിഗ്രഹമാണ്. പിന്നെ ഭഗവാന്റെ പൂജയും 5 പൂജയും 3 ശീവേലിയാണ് നിലവിൽ ഉള്ളത്. പ്രധാന നിവേദ്യം എന്ന് പറഞ്ഞാൽ പാൽപായസം, നരനിവേദ്യം, ശർക്കര പായസം, കടുംപായസം ഇതൊക്കെയാണ്. തച്ചുശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രത്തിന്റെ തടിയിലും ശിലയിലുമെല്ലാം അപൂർവമായ ലിപികളും ചിത്രങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്നതായി കാണാം. അച്ഛനായ ദശരഥന് രാമൻ ബലിതർപ്പണം നടത്തിയത് ഇവിടെ വെച്ചാണെന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ വെളിനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ കർക്കിടകവാവ് ബലിതർപ്പണത്തിന് പ്രാധാന്യം ഏറെയുണ്ട്. ശ്രീരാമസ്വാമിയുടെയും വെളിനെല്ലൂർ നിവാസികളുടെയും ഏറെ പ്രിയങ്കരനായ വെളിനെല്ലൂർ മണികണ്ഠനാണിത്. 4 വർഷത്തിലേറെയായി ശബരിമല ശാസ്താവിന്റെ തിടമ്പ് ശിരസിലേറ്റാനുള്ള നിയോഗവും മണികണ്ഠനാണ്. എല്ലാ സമുദായങ്ങളുടെയും ആചാരപ്പെരുമകളാൽ സമ്പന്നമാണ് വെളിനെല്ലൂർ ശ്രീരാമക്ഷേത്രം. ഏറെ പ്രശസ്തമായ വെളിനെല്ലൂർ ചന്ത തന്നെ അതിനുദാഹരണമാണ്. ഉത്സവനാളിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഈ ക്ഷേത്രസന്നിധിയിൽ മത്സ്യക്കച്ചവടം നടത്തുന്ന അപൂർവ ആചാരമാണിത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രത്തിൽ നാട്ടുകാർ തിരഞ്ഞെടുക്കുന്ന ഭരണസമിതിയാണ് ഭരണം നടത്തുന്നത്. ഇങ്ങനെ രാമചരിത സമ്പന്നമാണ് വെളിനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പ്രതിപാളത്തുകളിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.